ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാന്റെ ചലഞ്ചസും വെല്ലുവിളികളും അവരാക്രമണങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിൽ ഡൽഹിയിലും തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് രാവിലെ. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, എപ്പോഴാണ് യോഗം വിളിച്ചിരിക്കുക? പാകിസ്ഥാൻ ചില അഡ്വഞ്ചറിസം കാണിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിൽ ഈ യോഗത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി തുടങ്ങിയ പാകിസ്ഥാന്റെ രണ്ടാം ഘട്ട പ്രകോപനത്തിന് രാവിലെയും അറുതി വരാത്തൊരു പശ്ചാത്തലത്തിലാണ് പ്രതിരോധ മന്ത്രി ഇപ്പോൾ സേനാ മേധാവിമാരുടെയും സംയുക്ത സേനാ മേധാവിയുടെയും യോഗം വിളിച്ചിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിൽ തന്നെയായിരിക്കും ഈ യോഗം ചേരുന്നത്. പ്രധാനമായും ഇനി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചായിരിക്കും സേനാ മേധാവിമാരും ഒപ്പം തന്നെ സംയുക്ത സേനാ മേധാവിയും പ്രതിരോധ മന്ത്രിയോട് വിശദീകരിക്കുക. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട ഒരു യോഗം ചെയ്തിരുന്നു. ആ യോഗത്തിൽ സംയുക്ത സേനാ മേധാവി അനുൽ ചൌഹാനും ഒപ്പം തന്നെ ഈ മറ്റു സേനകളുടെ തലവന്മാരും ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനും റോയുടെ ചീഫ് അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. ഈ പാകിസ്ഥാന്റെ ഈ പ്രകോപനം തുടരുന്നൊരു പശ്ചാത്തലത്തിൽ ഇന്ത്യ സ്വീകരിക്കേണ്ട നടപടികൾ, പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണോ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ, അതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്യാനായിരുന്നു ഈ യോഗം വിളിച്ചിരുന്നത്. എന്തായാലും തുടർന്നും അത്തരത്തിലുള്ള യോഗം ചേരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇന്ന് 10 മണിക്ക് സേനയുടെ ഒരു വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. ഇതുവരെയുള്ള നടപടികൾ, ഇന്ത്യ സ്വീകരിച്ച നടപടി, പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രകോപനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പത്രസമ്മേളനത്തിൽ വിശദീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വടക്ക് ശ്രീനഗർ മുതൽ പടിഞ്ഞാറ് ഗുജറാത്തിലെ ഭുജ് വരെ ഏതാണ്ട് 26 സ്ഥലങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു ഡ്രോൺ ആക്രമണത്തിനായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഡ്രോൺ ഈ ശ്രമങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് ചെറുക്കാൻ സാധിച്ചു. എന്നാലും ചില ആളുകൾ, സാധാരണക്കാരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളടക്കം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു. അവിടെ പാകിസ്ഥാന്റെ ഡ്രോണുകൾ വീണ് സാധാരണക്കാരായ ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. പഞ്ചാബിലെ ഫിറോസ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ പ്രത്യാക്രമണമായി പാകിസ്ഥാന്റെ 4 എയർബേസുകൾ ഇന്ത്യ തകർക്കുകയുമുണ്ടായി. ഇത് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. നിലവിൽ എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒരയവില്ലാതെ തുടരുന്നൊരു പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ കൂടി ഇടപെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയ്ക്ക് പിന്നാലെ തുർക്കിയും പാകിസ്ഥാന് ഈ സംഘർഷത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം G7 രാജ്യങ്ങൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഈ സംഘർഷത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സൗദി പ്രിൻസിന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ വിദേശകാര്യ മന്ത്രിയും ഇന്ത്യയിലും പാകിസ്ഥാനും സന്ദർശനം നടത്തി എന്നുള്ള വിവരം പുറത്തുവരുന്നത്. നിലവിലുള്ള സംഘർഷ സാഹചര്യം ഒഴിവാക്കണം, നിങ്ങൾ പഴയ ഡിപ്ലോമസിയിലേക്ക് തിരികെ പോകണമെന്ന് ആവശ്യപ്പെടാനാണ് സൗദി അറേബ്യ ആവശ്യങ്ങൾ പല രാജ്യങ്ങൾ, അത് സൗദി മാത്രമല്ല അമേരിക്ക പോലും ഉന്നയിക്കുമ്പോൾ പോലും അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല, ചെവിക്കൊള്ളുന്നില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിനുള്ള ശബ്ദം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡീഎസ്കലേഷനുള്ള ശബ്ദം പാകിസ്ഥാനും അത് ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, ഉണ്ടാവുന്ന സംഘർഷം നമ്മളതിനെ ഇന്ത്യ എന്നുള്ള നിലയ്ക്ക് നമ്മൾ രാജ്യം അതിനെ ഏതെങ്കിലും തരത്തിൽ യുദ്ധം എന്നിപ്പോഴും നമ്മൾ പറയുന്നില്ല, യുദ്ധമെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല, യുദ്ധപ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. എന്നിട്ട് കൂടി പാകിസ്ഥാൻ അതിനെ പരമാവധി എസ്കലേഷനിലേക്ക് എത്തിക്കുകയും പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ, രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയേണ്ട, എന്താണ് സൈനിക നേതൃത്വം പോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന പ്രകോപനം അതുതന്നെയാണ്. NCA അവരുടെ നാഷണൽ കമാൻഡ് അതോറിറ്റി എന്ന് പറയുന്ന ഈ പറയുന്ന ആണവായുധങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്തമുള്ള ആ സമിതിയെ പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് പറയുന്നു. ആ വാർത്ത അത് വലിയ കാര്യമായി പുറത്തേക്ക് വിടുന്നു. അത് ഉറപ്പായും ഏതെങ്കിലും തരത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുക എന്ന അതിസാഹസം, അതിനുള്ള കഴിവോ കെൽപ്പോ ഒന്നും പാകിസ്ഥാൻ ഇല്ലെങ്കിൽ കൂടിയും ആ വാർത്ത പുറത്തു പോകുന്നതിലൂടെ ഒരു വല്ലാത്ത സമ്മർദ്ദം സൃഷ്ടിക്കുക, ഈ പറഞ്ഞ എസ്കലേഷൻ മേഖലയിൽ പരമാവധി സംഘർഷം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. അതിനിടയിൽ നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ കണ്ടത്, ഈ രീതിയിൽ യാത്രാ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. അത് ഇന്നലെയും കണ്ടു. ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം അവർ കൃത്യമായി തന്നെ പറയുമ്പോഴും ഇന്നലെ കൂടുതൽ വിമാനങ്ങളെ വ്യോമപാതയിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട്, വഴിതിരിച്ചു വിട്ടുകൊണ്ട് ആ പണി കാണിക്കുന്നു പാകിസ്ഥാൻ. എന്ന് പറഞ്ഞാൽ സ്വന്തം പൗരന്മാരുടെ ജനതയെ അല്ലെങ്കിൽ സ്വന്തം പൗരന്മാരുടെ ജീവൻ പോലും, ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ഇന്ത്യയെ ലോകവേദിക്ക് മുന്നിൽ അപഹസിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഡ്രോണോ തിരിച്ചടിയിൽ വരുന്ന ഏതെങ്കിലും ഒരു മിസൈലോ ഏറ്റ് ഏതെങ്കിലും വിമാനം താഴെ വീണാൽ അത്രയും നന്ന് എന്ന ചിന്ത പാകിസ്ഥാൻ
ഉണ്ടാവുന്നു. അത്രത്തോളം നികൃഷ്ടമായ അല്ലെങ്കിൽ നിറിവുകെട്ട നീക്കങ്ങൾ, എസ്കലേഷൻ നീക്കങ്ങൾ നടത്തുകയാണ് പാകിസ്ഥാൻ. ഇപ്പോഴും തുടരുന്നു അത്. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. തീവ്രവാദത്തിന്റെ പ്രധാനപ്പെട്ട ലോഞ്ച് പാഡുകൾ ഇന്നലെയും തകർക്കപ്പെട്ടു. പാക് അധീന കാശ്മീരിൽ വലിയ ആക്രമണം ഇന്നലെയും ഉണ്ടായി. 3 പ്രധാനപ്പെട്ട എയർബേസുകൾ, അവരയക്കുന്ന മിസൈലുകൾ, ഡ്രോണുകൾ ആകാശത്ത് വെച്ച് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കലാണ് പതിവെങ്കിൽ നമ്മളയക്കുന്ന ഡ്രോണുകൾ, മിസൈൽ അങ്ങനെയല്ല. ഏറ്റവും ഒടുവിൽ നൂർഖാൻ എയർബേസ്, റാവൽപിണ്ടിയിലെ അവരുടെ പ്രധാനപ്പെട്ട സൈനിക എയർബേസാണ് നൂർഖാൻ എയർബേസ്. നൂർഖാൻ എയർബേസ് ഏതാണ്ട് തരിപ്പണമായിരിക്കുന്നു. റാഫിക് ഷോർട്ട് കോഡിലെ റാഫിക് എയർബേസ്, അതും പ്രധാനപ്പെട്ട ഒരു വ്യോമത്താവളമാണ്. റാഫിക് എയർബേസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ചക്കോളിലെ മുറീദ് എയർബേസ്, ഈ 3 പ്രധാനപ്പെട്ട എയർബേസുകൾ ആക്രമിക്കുന്നു. ഈ എയർബേസുകൾ ആക്രമിക്കപ്പെട്ട കാര്യം പാകിസ്ഥാൻ ഏതാണ്ട് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അത്തരത്തിൽ സമാനതകളില്ലാത്ത എസ്കലേഷൻ അല്ലെങ്കിൽ സമാനതകളില്ലാത്ത രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുകയും എങ്ങനെയെങ്കിലും ആ മേഖല യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു ദുഷ്ടനീക്കം, ഒരു ദുരൂഹ ലക്ഷ്യം പാകിസ്ഥാനുണ്ടെന്ന് സംശയം തോന്നിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. 10 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒരുപക്ഷെ പുറത്തു പറയാനുണ്ടാകും. നമ്മൾ നടത്തിയ ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി നമ്മൾ രാജ്യം നടത്തിയ ആ തിരിച്ചടിയിൽ ലക്ഷ്യം വെച്ച കാര്യങ്ങൾ, ഏതെങ്കിലും HVT ടാർഗറ്റുകൾ, ഹൈ വാല്യൂ ടാർഗറ്റുകൾ ഈ പറയുന്ന സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും കൂടുതൽ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാനും കൂടുതൽ ഭീകരരെ കൊന്നൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. അതിനിടയിലാണ് വരുന്ന സങ്കടകരമായ വാർത്ത. ഈ രീതിയിൽ ജമ്മു കാശ്മീർ അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും മിടുക്കനായ, ഏറ്റവും സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അത് 3ാമത്തെ രക്തസാക്ഷ്യമാണെന്ന് പറയേണ്ടി വരും. ലാൻസ് നായിക് ദിനേഷ് കുമാർ ശർമ്മ, മുരളി നായിക്, അഡീഷണൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ രാജ്കുമാർ താപ്പ എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട രക്തസാക്ഷികൾ, സർവീസിലെ രക്തസാക്ഷികൾ നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്നു. അങ്ങേറ്റം സങ്കടകരമാണ്. അത് സ്ഥിരീകരിക്കുന്നു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. എന്തായാലും ആ രക്തസാക്ഷ്യങ്ങൾ വെറുതെയാവില്ല. ആ ജീവത്യാഗങ്ങൾക്ക് അതിശക്തമായ തിരിച്ചടി രാജ്യം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ തിരിച്ചടി നൽകും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന യോഗങ്ങൾ, അവിടെ നടക്കുന്ന ചർച്ചകളിലൊക്കെ രാജ്യം വളരെ ജാഗ്രതയോടുകൂടി തന്നെ നിരീക്ഷിക്കുകയാണ്. അവിടെയും നടക്കുന്നുണ്ട് എന്തോ സൈനിക മേധാവിമാരുമായിട്ടുള്ള ചർച്ച. അവിടെ സൈനിക മേധാവി തന്നെയാണ് ഒരുപക്ഷെ ഷഹബാസ് ഷെരീഫിനേക്കാൾ കരുത്തുള്ള ആൾ, അല്ലെങ്കിൽ ഷഹബാസ് ഷെരീഫൊക്കെ വെറും പപ്പറ്റാണ് അവിടെ ഉള്ളത്. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സൈന്യം തന്നെയാണ്. അവരുടെ സൈനിക മേധാവിമാരുടെയും അവരുടെ പട്ടാള വക്താവിൻ്റെ ഒക്കെ ശബ്ദത്തിലെ ധാർഷ്ട്യം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഷഹബാസ് ഷെരീഫ് പറയുന്ന ഭാഷയൊന്നുമല്ല, അങ്ങേയറ്റത്തെ പ്രകോപനത്തിൻ്റെ ഭാഷയിൽ, ധിക്കാരത്തിൻ്റെ ഭാഷയിൽ, വെല്ലുവിളിയുടെ ഭാഷയിൽ മാത്രമാണ് അവരുടെ സൈനിക പട്ടാള വക്താക്കളുമായി നടന്ന വാർത്താ സമ്മേളനം. ഒരു തെരുവ് പ്രഭാഷണം പോലെ, തെരുവ് പ്രഭാഷണം മോശമാണെന്ന് ഞാൻ പറയുന്നതല്ല, പക്ഷേ തെരുവ് പ്രഭാഷണം പോലെയൊക്കെ ഭയങ്കര വെല്ലുവിളിയുടെ ഭാഷയിൽ. അതേസമയം നമ്മുടെ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും നടത്തുന്ന അളന്നു കുറിച്ച കൃത്യമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ചുരുങ്ങിയ ഭാഷയിലുള്ള ഏറ്റവും ഗ്രേസ്ഫുള്ളായ ഭാഷയിൽ നടന്ന വാർത്താ സമ്മേളനങ്ങൾ അവർക്കൊന്നും സങ്കല്പിക്കാൻ കഴിയുന്ന വാർത്താ സമ്മേളനങ്ങളല്ല. അതുപോലുള്ള വാർത്താ സമ്മേളനങ്ങളാണ് അവരുടെ ഈ പറയുന്ന പാക് പട്ടാള സ്പോക്സ് പേഴ്സൻ്റെ ഒക്കെ വാർത്താ സമ്മേളനം. അങ്ങേയറ്റം വെല്ലുവിളിയും അങ്ങേയറ്റം മോശമായ ഭാഷയും അങ്ങേയറ്റം ഡെറോഗേറ്ററി പദാവലിയും അങ്ങേയറ്റം ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളുമായി തുടരുകയാണ് പാകിസ്ഥാൻ. അത് തുടരട്ടെ എസ്കേൻ, പക്ഷേ നമ്മൾ കടുത്ത ഭാഷയിലുള്ള തിരിച്ചടി നൽകുന്ന മണിക്കൂറുകൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു ഹാഷ്മി താജ് ഇബ്രാഹിം.